ഒരാൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്കും ഭയങ്കര ഒരു വാലിഡേഷൻ ഒരു കോൺഫിഡൻസ് തോന്നിപ്പിച്ചൊരു കാര്യമായിരുന്നു. പടത്തിന് ഇപ്പം ഇനി ഒരു വേറെ ലാംഗ്വേജസിലേക്കൊക്കെ ഇറക്കാനും ഒക്കെ പ്ലാൻസ് ഉണ്ട്. ആൻഡ് ഓൾ ബിക്കോസ് ഓഫ് ആ ഒരു ഇൻവോൾവ്മെൻറ്റ്. അതും മഞ്ജു ചേച്ചിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും അവരുടെ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻറ്റ് കാരണം സംഭവിക്കുന്നത് ജെന്യൂലി ലൈക്ക് ദ ഫിലിം എനിക്ക് ഓൺ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ പറഞ്ഞ ബോളിവുഡ് ലെവലിൽ നിന്നൊക്കെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും തോന്നുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. മഞ്ജു ചേച്ചിയെക്കാളും കൂടുതൽ ഒരുപാട് നിങ്ങളാണെങ്കിൽ സ്റ്റോറി അതിൽ അങ്ങനെയുള്ള കൂടുതലായിട്ട് നിങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ കൂടുതലായിട്ട് മഞ്ജു ചേച്ചിയുടെ ഒന്നും നമുക്ക് ഒരു സംസാരം ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അനുരാഗ് കശ്യപ് സാറിന് പോലുള്ള ഒരാൾ അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം അതിൽ ഇനിയും അങ്ങനെയുള്ള പടങ്ങൾ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? നമുക്ക് പറയാൻ പറ്റില്ല, അതറിയില്ല. പക്ഷെ ഇപ്പം ഈ നിമിഷത്തിൽ ഇപ്പോൾ ഹാപ്പിയാണ്. ആ ഒരു ട്രിപ്പിലാണ് ഞങ്ങൾ. അതെ, ഇപ്പോൾ മഞ്ജു ചേച്ചിക്ക് കുറച്ച് പോർഷൻ ഉള്ളൂ എന്നാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് വേ ഹയർ. അത്രയും മഞ്ജു ചേച്ചിയുടെ ആ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് സ്പേസിൻ്റെ കൂടുതലല്ല, അവർ ആ കൊണ്ടുവരുന്ന ക്യാരക്ടറിൻ്റെ എസെൻസിലാണ് വിശ്വസിക്കുന്നത്. ഐ തിങ്ക് കണ്ടവർക്കൊക്കെ അത് ലൈക്ക് യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് അല്ലേ എത്ര ടൈമിങ്ങിലുണ്ട് എന്നുള്ളതിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മാറ്റേഴ്സ്. ബട്ട് മഞ്ജു ചേച്ചി ഇൻസ്റ്റയിലൂടെ വന്നിട്ട് ഇത് 18+ ആണ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ ആ ഒരു റിക്വസ്റ്റ് അങ്ങനെ ഒരു ഒരു ആക്ടേഴ്സ് നടത്താത്ത രീതിയിൽ അതിൻ്റെ ഫാമിലി ഓഡിയൻസിന് അത്രയധികം ഇഷ്ടപ്പെടുന്ന മഞ്ജു ചേച്ചി അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 18+ അങ്ങനെ ഒരു മൂവിയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ? എങ്ങനെയായിരുന്നു അത്? യാ, ബിക്കോസ് നമ്മുടെ ഡയറക്ടർ നമ്മുടെ ടീമിന് തന്നെ ഇപ്പോൾ ഡയറക്ടറായാലും റൈറ്ററായാലും ദേ ഹാഡ് പ്രോപ്പർ ക്ലാരിറ്റി. അവർക്ക് എന്താ വേണ്ടത്, എന്തുകൊണ്ട് വേണം, വി ഹാഡ് പ്രോപ്പർ ഡിസ്കഷൻ. ഒരുപാട് എന്താ പറയുക സ്ക്രിപ്റ്റ് റീഡിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻസ് കുറയുന്ന ടൈമിൽ പോലും ദേവർ ദേ ടു ബൂസ്റ്റ് സം. ഐ മീൻ ടൈംസ് എനിക്ക് ഇപ്പം അവസാനം കണ്ട കുറച്ച് ഫോറസ്റ്റിലുള്ള പോർഷൻസിനൊക്കെ എൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ലോ ആയിരുന്നു. ബിക്കോസ് ഫിസിക്കലി ഞാൻ അങ്ങനത്തെ ഒരു ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. സോ ഒബ്വിയസ്ലി ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് വിശാഖം ഷെബു, ഐ മീൻ നമ്മുടെ റൈറ്റർ ഷെബു, അവരൊക്കെയാണ് ഫുൾ ടീം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ യാ, ഐ തിങ്ക് ഇഫ് യു ആർ ബ്ലെസ്ഡ് വിത്ത് എ ഗ്രേറ്റ് ടീം ഇറ്റ്സ് ഫൈൻ. കാരണം നമുക്ക് ഭയങ്കര സേഫ് സ്പേസ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. അതിന് അങ്ങനത്തെ സീൻസൊക്കെ എസ്പെഷ്യലി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ്. സേഫ് സ്പേസ് ഉണ്ടാക്കുക, അത് ആവശ്യത്തിനധികം ആൾക്കാരുണ്ടാവാണ്ടിരിക്കുക, പ്രോപ്പർലി പ്ലാൻഡ് കൊറിയോഗ്രാഫി. ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ കട്ട് ഒരു ഐഡിയ വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലെവൽ പ്രിപ്പറേഷൻ ഉണ്ട് അതിന് പുറകിൽ. അപ്പോൾ പടം കാണുമ്പോൾ പടം കണ്ടാവണം, ആ മ്യൂസിക്കായിട്ട് സിങ്ക് ആവണം, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ഞങ്ങളാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അതുകൊണ്ട് അത്രയും നല്ലൊരു ടീം ഉണ്ടായതുകൊണ്ടാണ് ലൈക്ക് ആത്രി സെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ലൊക്കേഷനൊക്കെ ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു. അപ്പോൾ ലൊക്കേഷനൊക്കെ എക്സ്റ്റീരിയറിൻ്റെ കാർഡ് പോർഷനൊക്കെ ഷൂട്ട് ചെയ്ത് മറ്റേ ചെമ്മിനി ഡാം, അവിടെ ചെമ്മിനി സോയാലും ഫോറസ്റ്റ് ഏരിയയൊക്കെ വീടിൻ്റെ അതൊക്കെ ഒരു ഇൻറ്റീരിയർ മുഴുവൻ സെറ്റായിരുന്നു. മഞ്ജു ചേച്ചി മൂവി കണ്ടിട്ട് വിളിച്ച രണ്ടുപേരെ അഭിനന്ദിച്ചായിരുന്നു, വിളിച്ചായിരുന്നു രണ്ടുപേര്. സ്റ്റാർട്ടിങ് ഇതിലൊക്കെ എത്രയോ മുന്നേ മഞ്ജു ചേച്ചി കട്ട് കണ്ടപ്പോൾ തന്നെ ഐ തിങ്ക് ഷീ ടെക്സ്റ്റഡ് സെയിം ഗ്രേറ്റ് പെർഫോമൻസ്, നല്ല രീതിയിൽ ചെയ്തു രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വാലിഡേഷൻ ആയിരുന്നു. എസ്പെഷ്യലി എനിക്കൊക്കെ ഭയങ്കര ഒരു വാലിഡേഷൻ. ആൻഡ് ഐ തിങ്ക് ലൈക്ക് എവറി സെക്കൻഡ് നമ്മൾ എന്തെങ്കിലും നല്ലത് പെർഫോം ചെയ്തു അപ്പോൾ തന്നെ വന്ന് പറയുമായിരുന്നു. ദാറ്റ് ഈസ് എ ബിഗ് ഹെൽപ്പ്. എനിക്കിനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. ബിഗ് ഹെൽപ്പ്. ബട്ട് യാ, ആഫ്റ്റർ മൂവി ഷീ ഡിഡ് നല്ല രീതിയിൽ ചെയ്തു. പുതിയൊരു കൺസെപ്റ്റാണ്, അതുപോലെ 18+ ആണ്. സോ മലയാളികൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നത്? പീപ്പിൾ ആർ ആക്സെപ്റ്റിംഗ്. ഇവരുള്ള ആക്ച്വലി എല്ലാവരും നമ്മൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇതിനൊരു ഓഡിയൻസ് ഉണ്ട്, ഒരു നീഷ് ഓഡിയൻസ് ഉണ്ട്. എല്ലാവർക്കും ആദ്യം പറയുന്ന പോലെ തന്നെ ഒരു ഫാമിലി ഓഡിയൻസിന് മറ്റേ പോയി കാണുന്ന ഒരു ഫിലിം അല്ല ഇത്. ഇതിനൊരു നീഷ് ഓഡിയൻസ് ഉണ്ട്, 18 to 35 ആയിട്ടുള്ള ഒരു പ്രോബ്ലി ഒരു യങ് ഓഡിയൻസാണ് കൂടുതൽ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്. ആ ഓഡിയൻസിലേക്ക് പടം എത്തി ആൻഡ് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ. വൈശാഖ് എക്സിറ്റിൽ കഴിഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രങ്ങളോടെയാണല്ലോ ഇപ്പം സഞ്ചരിക്കുന്നത്. സോ മഞ്ചേച്ചിയുടെ ഒപ്പം അതുപോലെ ഇത് വളരെ വ്യത്യസ്തമായ ഒരു പടമെന്നെല്ലാം പറയുന്നുണ്ട്. സോ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാണാത്ത പ്രേക്ഷകരോട് പറയാനുള്ളത് അല്ല, ഇത് ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇതൊരു OTT വരാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട. കാരണം അത്രയും അധികം വർക്ക് ഇതിന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എസ്പെഷ്യലി സൈജു ഏട്ടൻ പടമായതുകൊണ്ട് അത്രയും അധികം അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ടായില്ല. അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടും. ഇതിൻ്റെ കഥയല്ല, ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ മെയിൻ USP. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. സെയിം തിങ്. എനിക്ക് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തൊന്നുമില്ല. സെയിം തിങ്
തിയേറ്റർ തന്നെ വന്ന് കാണാൻ പറയുന്നതിൻ്റെ റീസൺ തന്നെ ഇസ് ബിക്കോസ് ദി എക്സ്പീരിയൻസ് ഇസ് ഗോയിൻ ടു ബി ഡിഫറെൻറ്റ്. നമ്മുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു അത്രത്തോളം ഡിഫറൻസ് ഉണ്ടാകും ആൾക്കാർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് അവർ തിയേറ്ററിൽ വന്ന് കാണും. ബിക്കോസ് ഓഫ് ദാറ്റ് പ്ലീസ് ഡു കം വാച്ച് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you.